ഉന്മൂലന ഭീഷണി മുഴക്കി ഇറാനും യുഎസും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരവെ പസഫിക് സമുദ്രമേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിത്തുടങ്ങി. ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ നിയന്ത്രണം പാലിച്ചു. ഇനിയൊരു ആക്രമണമുണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ ഞങ്ങളുടെ സൈന്യം മടിക്കില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി മുന്നറിയിപ്പ് നൽകി. സൗത്ത് ചൈന കടലിലായിരുന്ന പോർവിമാനവാഹിനി USS എബ്രഹാം ലിങ്കണും അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളുമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചെന്നാണ് വിവരം. ഇറാനിലെ പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമാണ് നീണ്ടതെന്നും സായുധ കലാപകാരികളാണ് പിന്നീട് രാജ്യമെങ്ങും പ്രശ്നമുണ്ടാക്കിയതെന്നും US ദിനപത്രമായ വാൾ സ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിൽ അറഗ്ചി ആരോപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് ഇറാനുള്ള ക്ഷണം റദ്ദാക്കിയിരുന്നു. അതിനിടെ തന്നെ വധിച്ചാൽ ഇറാനെ അമേരിക്ക ഭൂമുഖത്ത് തന്നെ തുടച്ചു നീക്കുമെന്നും അതിനുള്ള ഉത്തരവുകൾ താൻ നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുല്ല ഖമനിയെ ലക്ഷ്യമിട്ടാൽ പൂർണ്ണയുദ്ധമായിരിക്കും ഫലമെന്ന് കഴിഞ്ഞ ദിവസം ഇറാനും മുന്നറിയിപ്പ് നൽകി. ഖമനിക്കെതിരെ ഓങ്ങുന്ന കൈ വെട്ടുമെന്നും അവരുടെ ലോകം ചുട്ടുചാമ്പലാക്കുമെന്നുമാണ് ഇറാൻ സായുധ സേനയുടെ വക്താവ് പ്രതികരിച്ചത്. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി ഭീഷണി ഉയർത്തിയ ട്രംപ് ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു. ട്രംപിനെ തടയാനായി കഴിഞ്ഞയാഴ്ച ഗൾഫ് രാജ്യങ്ങൾ രംഗത്തിറങ്ങിയതോടെ തൽക്കാലത്തേക്ക് തണുത്ത അന്തരീക്ഷമാണ് വീണ്ടും പ്രക്ഷുബ്ധമാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.